ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ് പുഷ്പാഭിഷേകം. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് വിവിധ തരം പൂക്കൾ കൊണ്ടുള്ള പുഷ്പാഭിഷേകം നടക്കുന്നത്. പൂങ്കാവനം എന്ന പേരിൽ തന്നെയുണ്ട് ശബരിമലയിലെ പൂക്കളുടെ പ്രാധാന്യം. നെയ്യഭിഷേകം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പുഷ്പാഭിഷേകവും. ദീപാരാധനയ്ക്ക് ശേഷം വൈകുന്നേരം 7 മണി മുതൽ പുഷ്പാഭിഷേകം ആരംഭിക്കും. പുഷ്പങ്ങൾക്കൊപ്പം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള കിരീടവും മാലകളും ഒരുക്കും. അഭിഷേകത്തിന് ശേഷം ഇവ തിരികെ നൽകും. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് പുഷ്പാഭിഷേകം. വഴിപാട് നടത്തിയാൽ ഉദ്ദിഷ്ടകാര്യം നടക്കുമെന്നാണ് വിശ്വാസം. ഏറ്റവും അഭിഷേകപ്രിയനാണ് ഭഗവാനെ നമ്മൾ പറയുന്നത്. നെയ്യഭിഷേകം അതേപോലെ തന്നെ പുഷ്പാഭിഷേകം വളരെ പ്രധാനമാണ്. കാര്യസാധ്യതനായിട്ടാണ് നമ്മൾ ഇവിടെ ഭക്തരെല്ലാം സ്വാമിക്ക് പുഷ്പാഭിഷേകം. നമ്മൾ തെറ്റി, തുളസി, താമര, മുല്ല, റോസ അങ്ങനെയുള്ള സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. പിന്നെ പുഷ്പാഭിഷേകത്തിന് മുന്നെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഇവിടെ വന്ന് മേൽശാന്തിയെ കണ്ട് അവർ ആ സന്തോഷം പങ്കുവെക്കാറുണ്ട്. തോവാള, ഡിണ്ടിഗൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തുന്നത്. പമ്പയിൽ നിന്നും പൂക്കൾ സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ എത്തിക്കും. 12,500 രൂപയാണ് പുഷ്പാഭിഷേകത്തിന്റെ നിരക്ക്. വഴിപാട് നടത്തുന്ന സംഘത്തിലുള്ള 5 പേർക്ക് പ്രത്യേക ദർശനവും ലഭിക്കും. കൈരളി ന്യൂസ്, സന്നിധാനം.